സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണാണെങ്കിൽ രാധികയെക്കുറിച്ചുള്ള ഒരു വിവരം അറിയാതെ ഇരുന്നിട്ട് എരിപ്പുറക്കൊന്നുമില്ല കേട്ടോ. മുത്തശ്ശി വരുണിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടിട്ട് വരുണൊരാശ്വാസമൊന്നുമില്ല. വരുൺ എങ്ങനെയെങ്കിലും രാധികയെ കാണണം, രാധികയെ കണ്ടൊന്ന് സംസാരിക്കണം, അല്ലാതെ തൻ്റെ മനസ്സ് ശാന്തവുമില്ലെന്ന് വരുൺ ഉറപ്പാകുവാണ്. അങ്ങനെ വരുൺ വെളുപ്പിന് 5 മണി 5:30 സമയത്ത് തന്നെ നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് പുറപ്പെടുവാണ്ടോ. ഈ സമയം മുത്തശ്ശി പുറത്ത് തുളസിത്തറേനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും വരുണിൻ്റെ വണ്ടി അങ്ങോട്ടേക്ക് ചീറിപ്പാഞ്ഞ് വരുന്നത്. അങ്ങനെ മുത്തശ്ശി ഇടിച്ചിടാനായിട്ട് വരുൺ വണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ. അതുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഭയന്ന് പിന്നിലോട്ട് മാറി പേടിച്ച് കുറച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം ശബ്ദം കേട്ട് യശോദയും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അന്നേരം വരുൺ യശോദയുടെ രാധികയെ കാണണം എന്ന് പറയുവാണ്. എന്നാൽ രാധിക അവിടെ ഇല്ലാന്ന് യശോദ പറയുന്നുണ്ട്. അന്നേരം വരുൺ വിചാരിക്കുന്നത് വരുണിൽ നിന്നും രാധികയെ മറച്ചു വെക്കാനായിട്ട് അമ്മയും മുത്തശ്ശിയും ചേർന്ന് കള്ളം പറയുവാണെന്നാണ്. ഈ സമയം വരുണാണെങ്കിൽ രാധികയെ കാണാതെ പോയില്ല എന്ന് പറയുവാണ് കേട്ടോ. അന്നേരം ഇവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യശോദ വരുണിനോട് പറയുന്നുണ്ട്. വരുണാണെങ്കിൽ വിടാൻ തയ്യാറാവുന്നില്ല. യശോദയെ ചോദ്യം ചെയ്യുവാണ് കേട്ടോ. അയാൾ എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇല്ലാതാകുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? വരുണിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഒരു ഉത്തരവുമില്ലാതെ നിൽക്കുവാണ് യശോദ. ഈ സമയം വരുൺ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ യശോദ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ അതെല്ലാം കേട്ട് വരുൺ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. വരുണിൻ്റെ കാർ അവിടെ നിന്ന് പോകുന്ന സമയത്തായിരിക്കും ദേവൻ അമ്പലത്തിലേക്ക് പൂജക്കും മറ്റും പോകാനായിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം അവിടെ നിന്ന് വരുണിൻ്റെ കാറ് പോകുന്നത് ദേവൻ കാണുവാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ദേവൻ യശോദയോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവൻ രണ്ടാളോടും ചോദിക്കുവാണ്. വെളുപ്പിന് തന്നെ വരുൺ ഇവിടെ വന്നിരിക്കുന്നു, എന്തിനാ വന്നത്? വെളുപ്പാങ്കാലത്ത് തന്നെ വരുണിൻ്റെ വരവ്, എന്നിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഈ സമയം യശോദയാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ച് നിൽക്കുവാണ്. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ ഒന്നും പറയരുതെന്നും പറഞ്ഞ് തലകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് വരുൺ രാധിക എവിടെ പോയിട്ടുണ്ടാകുമെന്ന് ആലോചിക്കുവാണ്. അങ്ങനെ വരുണിൻ്റെ മനസ്സിലേക്ക് മ്യൂസിക് സ്കൂളിനെ കുറിച്ചുള്ള ചിന്ത വരുവാണ്. എന്താണെങ്കിലും രാധികയ്ക്ക് പിന്നെ ഏറ്റവും അടുപ്പം ആ മ്യൂസിക് സ്കൂളും അവിടെയുള്ള ഫിദ മാഡവുമായിട്ടാണ്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവുക ഫിദ മാഡത്തിൻ്റെ അരികിലേക്കായിരിക്കും. അങ്ങനെ വരുൺ നേരെ മ്യൂസിക് സ്കൂളിലേക്ക് ചെല്ലുവാണ്. ഈ സമയം മ്യൂസിക് സ്കൂളിൽ അമൃത മാത്രമായിക്കോട്ടെ ഉണ്ടായിരിക്കുക. അങ്ങനെ വരുൺ അമൃതയോട് രാധിക നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അമൃതക്ക് ഒന്നും അറിയില്ല എന്ന് പറയുവാണ് കേട്ടോ. ഈ സമയം വരുൺ വീണ്ടും കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഫിദ മാഡം അവിടെ മാഡത്തെ കണ്ടില്ലല്ലോ. രാധിക മ്യൂസിക് സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കാൻ വരാറില്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് വരുൺ. അന്നേരം അമൃതയാണെങ്കിൽ ഒന്നും വരുണിനോട് വിട്ടു പറയുന്നില്ല. അതിൽ നിന്നും അമൃത എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് വരുണ് മനസ്സിലാകുക. വരുൺ പറയണേ, നിങ്ങളുടെ ഈ പതർച്ചയും പരിഭ്രമമൊക്കെ കണ്ടാലറിയാം എന്നിൽ നിന്നും എന്തോ ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്. രാധിക എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ടെൻഷനിലെ പ്രിയങ്കയെ വിളിക്കുവാണ് കേട്ടോ. ദേവന് ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. വരുൺ ഇവിടെ വെളുപ്പാങ്കാലത്തേന് വന്നിരുന്നു, അത് ദേവൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വ്യക്തമായിട്ട് വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവൻ്റെ മനസ്സിൽ എന്തോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. രാധികയുടെ കഴുത്തിൽ വരുൺ താലിയിട്ട വിവരം ഒരിക്കലും ദേവൻ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നാൾ ഒളിപ്പിച്ച് വെച്ചതെല്ലാം വെറുതെയാകും. അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവൻ രാധികയും വരുണിനെയും തമ്മിൽ ഒന്നിപ്പിക്കാനേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും രാധികയുടെ കഴുത്തിൽ നിന്ന് നീ എടുത്ത ആ താലിയുണ്ടല്ലോ, അതൊരിക്കലും ദേവനോ മറ്റുള്ളവരോ കാണാനേ പാടില്ല. അത് നീ എവിടെയാണെന്ന് വെച്ചാൽ ഒളിപ്പിച്ച് വെക്കണം. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് പ്രിയങ്ക അത് രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് ഒരു ചെറിയ തുണിയുടെ പൗച്ച് പോലുള്ള സാധനം എടുത്ത് അതിലേക്ക് ആ താലി ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പ്രിയങ്ക ടെൻഷനിൽ പരിഭ്രമിച്ച് അതിടുന്ന സമയത്ത് ആ താലിമാല താഴത്തേക്ക് തന്നെ വീണു പോകുവാണ്. അതാണെങ്കിൽ പ്രിയങ്ക ശ്രദ്ധിക്കുന്നുമില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികയെ സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയായിട്ട് അണിയിച്ചൊരുക്കുവാണ് ശ്യാമ തന്നെ രാധികയുടെ സാരിയുടെ ഫ്ലീറ്റ്സും മറ്റും എടുത്തു കൊടുക്കുകയും രാധികയ്ക്ക് നല്ല ഭംഗിയുള്ള മാലയും വളയൊക്കെ ഇട്ട് കൊടുത്ത് രാധികയെ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഒരുക്കുവാണ് കേട്ടോ. ഇതേസമയം വരുണാണെങ്കിൽ രാധികയെ തേടി പലയിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഫിദ മാഡത്തിൻ്റെ നമ്പറൊക്കെ കണ്ടെത്തി അതിലേക്ക് ഫോണിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയുടെ മുത്തശ്ശിയുടെയൊക്കെ കളികൾക്കൊരു അവസാനമാകാൻ പോകുവാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന വരുണും രാധിക ഒന്നിക്കുന്ന എപ്പിസോഡുകൾ വളരെ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുവാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്